മാക്സിമം 10 ഫോട്ടോസ് വരെ ഇട്ട് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതിനെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാവുന്നതുമാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ പുതിയ 6 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. ഇതുവരെ നിങ്ങളിൽ പലരും ചെയ്തിട്ട് പണി കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളും ഇനി ചെയ്യാം എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6 അപ്ഡേറ്റുകളെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അപ്ഡേറ്റ് തന്നെ പറയാം. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സിൽ ഫോട്ടോസ് ഇട്ട് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഫോട്ടോസ് മാത്രം ഇട്ട് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ഫോട്ടോസ് മാത്രം ഇട്ട് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഏതാണ്ട് ഫേസ്ബുക്കിനെ കോപ്പി ചെയ്യുകയാണ് ഇപ്പോൾ യൂട്യൂബ്. ഇപ്പോൾ മാക്സിമം 10 ഫോട്ടോസ് വരെ ഇട്ട് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. അതിനെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാവുന്നതുമാണ്. ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇത് നേരത്തെ ആൻഡ്രോയിഡ് ഫോണിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്ന എഡിറ്റിംഗ് ആപ്പ് ഇപ്പോൾ ഐഫോണിലും യൂട്യൂബ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് AI ഫീച്ചറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടിയിരുന്നതാണ്. ഇനി മുതൽ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കും ഈ യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് അവരുടെ ഫോണിൽ ഉപയോഗിച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റിലൂടെ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു വലിയ പ്രോബ്ലം യൂട്യൂബ് ഇവിടെ സോൾവ് ചെയ്തിരിക്കുകയാണ്. അതായത് യൂട്യൂബിലുള്ള ഈ ഓട്ടോ ഡബിങ് ഓപ്ഷൻ അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ മലയാളത്തിലൊരു വീഡിയോ ചെയ്തിട്ട് ഓട്ടോ ഡബിങ് ഓൺ ചെയ്ത് അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ മലയാളികളുടെ മുന്നിൽ എത്തിയാൽ പോലും ആ വീഡിയോ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും കാണിക്കുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോൾ മലയാളികളുടെ മുന്നിൽ എത്തിയാൽ പോലും ആ വീഡിയോ കാണിക്കുന്നത്. ഇത് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇന്നും പലരും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഈ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട്. ഈ ഒരു സംഭവത്തെ യൂട്യൂബ് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ ഓട്ടോ ഡബിങ് ഓപ്ഷൻ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഓപ്ഷൻസ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഡബ് ചെയ്ത ഓഡിയോ ഫയൽ അതിനോടൊപ്പം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ ടൈറ്റിൽ ചേഞ്ച് ആവുന്ന ഓപ്ഷൻ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ആവുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ ഇത് എല്ലാം ചേഞ്ച് ആവുന്ന ഓപ്ഷൻസ് നമുക്ക് ഓഫ് ചെയ്തും കൊടുക്കാം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി മുതൽ നമുക്കിവിടെ പ്രൈമറി ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇതുവരെ എന്താണ് സംഭവിച്ചിരുന്നത്, നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഓട്ടോ ഡബിങ് ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്താൽ അതൊരു മലയാളിയുടെ മുന്നിൽ എത്തിയാൽ പോലും അത് ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും കാണിക്കുന്നത്. അത് അവർക്ക് മലയാളത്തിൽ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള സെറ്റിങ്സിൽ മലയാളം കൊടുത്താലേ അവർക്ക് അവിടെ മലയാളത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യും, അവർ നോക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് വരുന്നത്, അവർ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയും, നമ്മുടെ വ്യൂസ് അവിടെ കുറഞ്ഞു പോകും. പക്ഷേ ഇനി മുതൽ നമുക്കിവിടെ പ്രൈമറി ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഈ വീഡിയോ ആരുടെ മുന്നിൽ എത്തിയാലും അത് ആദ്യം കാണിക്കുന്നത് മലയാളത്തിൽ തന്നെയായിരിക്കും. ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള സെറ്റിങ്സിൽ അവർ ഇംഗ്ലീഷ് കൊടുത്താലേ അവർക്ക് ഇനി മുതൽ ഇംഗ്ലീഷിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണിത്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലമാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ഓട്ടോ ഡബിങ് ഓപ്ഷൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ ചെയ്യാൻ പറ്റും. ഇത് ശരിയായ രീതിയിൽ തന്നെ ഇനി വർക്ക് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത അപ്ഡേറ്റും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതായത് യൂട്യൂബിനുള്ളിൽ നാനോ ബനാന ഇൻബിൽറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇനി മുതൽ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിൽ നമുക്ക് പലതരത്തിലുള്ള ചേഞ്ചസും കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. ഇതുപോലെ പലതരത്തിലുള്ള ചേഞ്ചസും ഈ നാനോ ബനാനയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ കുറച്ച് ആളുകൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. നമുക്കും എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അത് ഇംഗ്ലീഷിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പോസ്റ്റ് നമ്മുടെ ഒരു വ്യൂവർ കാണുമ്പോൾ ആ പോസ്റ്റിനോടൊപ്പം മെയ്ഡ് വിത്ത് AI എന്ന് പറയുന്ന ഒരു ലേബലും വരും. എനിവേ ഇനി മുതൽ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിൽ നമുക്ക് ഈ നാനോ ബനാന വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലുള്ള ഇഷ്ടപ്പെട്ട ചേഞ്ചസും കാര്യങ്ങളും നമുക്ക് ഇനി മുതൽ ചെയ്യാൻ പറ്റും. ഇതും വളരെ നല്ല ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റും വളരെ നല്ല അപ്ഡേറ്റ് തന്നെയാണ്. ഇത് വരാൻ കുറച്ച് സമയം എടുത്തെന്ന് വരാം. ഓൾറെഡി US-ലും കാനഡയിലും ഒക്കെ ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വലിയ വലിയ ലോങ് വീഡിയോസ് അല്ലെങ്കിൽ വലിയ വലിയ പോഡ്കാസ്റ്റ് വീഡിയോസ് അതിനുള്ളിലെ AI പവർഡ് ക്ലിപ്പ് ഫീച്ചർ വരാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വലിയ ലോങ് വീഡിയോയിലുള്ളിൽ നിന്നും നല്ല നല്ല പാട്ടുകളെ AI ക്ലിപ്പ് ചെയ്ത് നമുക്ക് തരും. ഈ ക്ലിപ്സിനെ വീണ്ടും നമുക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഫീച്ചർ ഓൾറെഡി ഫേസ്ബുക്കിൽ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പതുക്കെ ഫേസ്ബുക്കിനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലർക്കും ഒരു ഡൗട്ട് വന്നെന്ന് വരാം, നമ്മുടെ വലിയൊരു ലോങ് വീഡിയോ അതിൽ നിന്ന് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വീണ്ടും
വീണ്ടും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീയൂസ്ഡ് കണ്ടന്റ് വരുമോ ഈ ഒരു സംശയം പലർക്കും വന്നെന്ന് വരാം. ഒരിക്കലും വരത്തില്ല. യൂട്യൂബ് തരുന്ന ഒരു ഫീച്ചറാണ്. അതിലൂടെ തന്നെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റീയൂസ്ഡ് കണ്ടന്റ് കിട്ടത്തില്ല. ഈ ഒരു ഫീച്ചർ ഓൾറെഡി US കാനഡയിൽ വന്നു കഴിഞ്ഞു. നമുക്കും എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിരുന്നതാണ്. അതായത് നമുക്ക് വരുന്ന നമ്മുടെ വീഡിയോസിന് വരുന്ന കമൻസിന് ഇനി മുതൽ നമുക്ക് വോയിസ് റിപ്ലൈ കൊടുക്കാൻ പറ്റും എന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിരുന്നു. ഈ അപ്ഡേറ്റ് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ചാനലിൽ ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ഇനി മുതൽ നമുക്ക് വരുന്ന കമൻസിന് നമുക്ക് വോയിസ് റിപ്ലൈ കൊടുക്കാം. വോയിസ് റിപ്ലൈ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കേട്ട് നോക്കാം. അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്കതിനെ റെക്കോർഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുമാത്രമല്ല നമുക്ക് 30 സെക്കൻഡ് വരെയുള്ള വോയിസ് ആണ് നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഓഡിയൻസുമായിട്ട് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കമ്മ്യൂണിറ്റി ടാബിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നോക്കുക. അവിടെ കാണിക്കുന്ന കമൻസിൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ച് നോക്കുക. അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ നോക്കുമ്പോൾ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സൗണ്ട് വേവിൻ്റെ സിമ്പിൾ കാണും. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോയിസ് റിപ്ലൈ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ 6 അപ്ഡേറ്റുകൾ. ഈ അപ്ഡേറ്റുകളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അപ്ഡേറ്റുകളാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ കമൻസിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങൾ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.